നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചോറ്, ചപ്പാത്തി, പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണിത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ബൗള് പരിപ്പ്, ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പരിപ്പ് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടണം. ഒരു 4 to 5 വിസിലുണ്ടെങ്കിൽ നല്ലപോലെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചെറുള്ളിക്ക് പകരം നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കായപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കായപ്പൊടി ഇട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പരിപ്പിൽ ഉപ്പിട്ടേക്കുന്നതാണ്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ തപ്പി പൊട്ടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 3 to 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. നിങ്ങൾ പരിപ്പ് കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഉപ്പൊക്കെ പാകമാണ്. നമ്മൾ 2 പ്രാവശ്യം ഉപ്പിട്ടായിരുന്നു. ഒന്ന് പരിപ്പ് വേവിക്കുന്ന സമയത്തും ഒന്ന് ആ തക്കാളി ഇട്ട് കഴിഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പരിപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പച്ചമല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.